ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമുക്കൊക്കെ മാനസികമായും ശാരീരികമായും കരുത്ത് നഷ്ടപ്പെട്ട അവസ്ഥ ചിന്തിക്കാൻ കഴിയുമോ? കരുത്തില്ലാതെ നമുക്കിവിടെ നിലനിൽപ്പില്ല, നിൽക്കാനും കഴിയില്ലല്ലോ. ചില ഊർജാദായക വസ്തുക്കളുടെ പരസ്യമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇന്ന് മാർക്കറ്റിൽ വളരെ അധികം സാധനങ്ങൾ ഇങ്ങനെയുള്ളത് സുലഭമായി ലഭിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ പരസ്യം കൊടുക്കുന്നത് സാധാരണക്കാരെ ആളുകളായിരിക്കില്ല, ഏറ്റവും പ്രശസ്തന്മാരെ ആളുകളെയാണ് കമ്പനി അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അവരുടെ വാക്കുകൾ കേട്ടിട്ട് അനേക സാധാരണക്കാർ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ ആ ഉൽപ്പന്നം വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളത് വസ്തുതയാണ്. അത് എത്രമാത്രം പ്രയോജനം ചെയ്യും എന്നൊന്നും നമുക്ക് അറിയില്ല, എങ്കിലും അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ അറിയാതെ അത് വാങ്ങി ഉപയോഗിച്ചു പോകും. എന്നാൽ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഊർജദായക വസ്തുക്കൾ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുന്ന ഈ പ്രശസ്തനായ വ്യക്തി ഏതു നിമിഷവും കുഴഞ്ഞു വീഴാനും മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള എല്ലാം താൽക്കാലികമാണ്. എന്നാൽ നിത്യതയോളം നമ്മെ എത്തിക്കുന്ന ദൈവികമായ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്താൽ അതിനേക്കാൾ പ്രയോജനമുള്ള കാര്യം മറ്റെന്താണുള്ളത്? ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം വായിക്കട്ടെ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. 29-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മളിപ്പോൾ വായിച്ച ആ വാക്യത്തിന്റെ പൂർണ്ണരൂപം നമുക്ക് ഏകദേശം മനസ്സിലാകും. അത് ഇങ്ങനെയാണ്: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. തുടർന്നാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. നമുക്ക് അത് കുറെ കൂടി മനസ്സിലാകുന്ന മറ്റൊരു പരിഭാഷ ഇങ്ങനെയാണ്, മലയാളം തന്നെ: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുന്നില്ല, നടന്നാൽ തളരുകയും ഇല്ല. ഏതൊരാളിൻ്റെയും ആത്മീയ ജീവിതത്തെ കുറെ കൂടി പുതുക്കിക്കൊണ്ടുവരുന്നതിന് വളരെ പ്രയോജനം ചെയ്യുന്ന വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആത്മീയ ജീവിതത്തിൽ ഏതുതരം പുതുക്കിപ്പണി നടക്കണമെങ്കിലും അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അതിലൂടെ മാത്രമേ ഈ വായിച്ച വാക്യങ്ങളുടെയൊക്കെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. 1912 വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനത്തിന് അർഹനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ അലക്സിസ് കാൾ എന്നാണ്. താൻ ഒരു നിരീശ്വരവാദിയും യുക്തിവാദിയുമായിരുന്നു. തന്നെയുമല്ല, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുവാനും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി കൂടുതൽ അവരെ ബോധ്യപ്പെടുത്തുവാനും ഇത് പ്രചാരത്തിൽ കൊണ്ടുവരുവാനും അനേക ഇടങ്ങളിൽ യാത്ര ചെയ്ത് ഇത് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം കൂടി തനിക്കുണ്ടായിരുന്നു. പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്നതും അത്ഭുത രോഗശാന്തിയെ ചോദ്യം ചെയ്യുന്നതുമൊക്കെ തൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമായി തീർന്നു. അങ്ങനെ ഇരിക്കെയാണ് മരണാസന്നനായ ഒരു രോഗി പ്രാർത്ഥനയിലൂടെ സുഖം പ്രാപിക്കുന്നത് തനിക്ക് നേരിൽ കാണേണ്ടി വന്നത്. ഇത് തന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. പ്രാർത്ഥനയിലൂടെ ഒരു മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത്ഭുതാവാഹമാണെന്ന് താൻ മനസ്സിലാക്കി. വാസ്തവം ഇങ്ങനെയാണെന്ന് ബോധ്യമായ താൻ അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഒരു ഉപകരണമായി തീർന്നു. താൻ പറയുന്നത് ഊഹാപോഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രസ്താവിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളുടെ മുമ്പിൽ എൻ്റെ യുക്തിവാദത്തെ ഞാൻ അടിയറ വയ്ക്കുകയായിരുന്നു ദൈവത്തിന്റെ പാദപീഠത്തിൽ. നോക്കൂ, നമ്മൾ വായിച്ച വാക്യം പോലെ തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു എന്നത് വാസ്തവമാണ്. അതിന് മറ്റു യാതൊരു മാർഗവുമില്ല. ദൈവത്തിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥന നിരതരായി സമയം ചിലവഴിക്കുക. നിങ്ങളെ തളർത്തുന്നത് ഏത് വിഷയമാണെങ്കിലും, ഏത് പ്രശ്നത്തിന് മുമ്പിലാണ് നിങ്ങൾ തളർന്നിരിക്കുന്നതെങ്കിലും ദൈവത്തിന് നിങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയും. ഇനി ഒരടി പോലും നടക്കത്തില്ലെന്നും ഇനി അല്പം പോലും മുന്നേറാൻ കഴിയത്തില്ലെന്നും ഭാവി ഇരുളടഞ്ഞുവെന്നൊക്കെ പിശാച് വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ആ വാക്യം ഇങ്ങനെയാണ് തുടരുന്നത്: യുവാക്കൾ പോലും തളരും, അവർ ക്ഷീണിക്കും,
അവർ ഒരുപക്ഷെ ശക്തിയറ്റു വീണേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നോക്കൂ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കൂ. വീണ്ടും ശക്തിക്കുള്ള ഒരു പുതിയ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കൂ. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏത് നിലയിലുള്ള നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇത് കേൾക്കുന്നെങ്കിലും കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും ശക്തി ഏറ്റെടുത്ത് മുന്നേറുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.